ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പും അതിൻ്റെ മുകളിലായിട്ടൊരു കഫ്താൻ മോഡൽ ജാക്കറ്റും ആണ് കേട്ടോ. അപ്പോൾ ക്രോപ്പ് ടോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഈ പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെസ്റ്റ് 32 ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെസ്റ്റും പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് 8.5 ഇഞ്ച്, താഴെ വേസ്റ്റ് 7.5 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ലെങ്ത്ത് 15 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 13, 15 ആ ഒരു റേഞ്ച്, 13 ഇഞ്ച് കറക്റ്റ് മതിയാവും. 15 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 ഇഞ്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ സ്ലോപ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്ക് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നെക്ക് ഒരു ബോട്ട് നെക്കാണ് ബാക്കിലും ഫ്രണ്ടിലും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് തന്നെ ലെങ്ത്തും കൊടുക്കുക. എന്നിട്ട് ഒരു ബോട്ട് നെക്ക് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. രണ്ടും ഒരേ അളവായതുകൊണ്ട് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ജാക്കറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ലെങ്ത്ത് എടുക്കാം. ഞാനത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഒരു 19 ഇഞ്ചോളം വരും കേട്ടോ. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലീവ് എത്ര താഴേക്ക് ലെങ്ത്ത് വേണം നോക്കുക. ഒരു 4.5 അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ വി ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ താഴ്ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ലെവൽ നോക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അതിന് ശേഷം നമ്മുടെ ഷോൾഡർ 6 ഇഞ്ചല്ല, അപ്പോൾ ബാക്കി 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് താഴേക്ക് 6 ഇഞ്ച് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ ആ ഒരു പോയിൻ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് നമ്മുടെ കറക്റ്റ് ആ ഒരു 8 ഇഞ്ച് എന്നുള്ളതൊന്ന് വിട്ടിട്ട് ഒരു പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിൽ നിന്നും കുറച്ച് താഴേക്കായിട്ട് കേട്ടോ. സ്ലീവ് ടൈറ്റ് ആവാണ്ട് ഇത്തിരി ലൂസായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ജാക്കറ്റിന് വേണ്ടി എടുത്ത ആ ഭാഗത്തിൻ്റെ 4 അരികും ഞാൻ ഉരുട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ കുറേ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. ഇനി നമ്മളതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ട് എടുത്തൊരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീനൊക്കെ ഓൾറെഡി കട്ട് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലുള്ള ആ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ചാണ് അടിച്ചിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡിലേക്ക് ഇതിനെ മറിച്ചെടുക്കണം. അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ഒരുപാട് തുണി എക്സ്ട്രാ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് മടക്കി അടിക്കാനുള്ള ഒരു പീസ് മാത്രം മതി. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ പീസ് വെച്ചോ ക്രോസ് പീസ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ എന്താ ഇതുപോലെ ഉള്ളിലേക്ക് ആ ഒരു പീസിന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് 4 സൈഡിലും ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് താഴേക്കാക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി 4 ഭാഗത്തും ഇട്ട് കൊടുത്തിട്ട് നെക്കിനൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇപ്പം ഞാനൊരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോയിൻ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പോയിൻ്റിൽ നിന്ന് എൻഡിലേക്ക്, അതായത് കോൺ ഷേപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. താഴത്തെ ആ ഒരു മൂലയിൽ ആ ഒരു കോർണർ പോയിൻ്റ് അവിടേക്കാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് കേട്ടോ. ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ലൈനൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യില്ലേ, അതേപോലെ ഒരു സ്റ്റിച്ച് നല്ല വശത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഉൾഭാഗത്തല്ല, നല്ല വശത്ത് കേട്ടോ. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ക്രോപ്പ് ടോപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഷോൾഡറും ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈനിങ് ഒന്നും ഇല്ലാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നതാണ് ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളെങ്ങനെയാണ് ചെയ്യണതെന്ന്. സെയിം മെത്തേഡിൽ ക്രോസ് പീസ് വെച്ച് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ മറച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സെയിം അതേ മെത്തേഡിൽ തന്നെയാണ് സ്ലീവ്സും കൊടുക്കുന്നത്. നമ്മൾ സ്ലീവ്ലെസ് ആണ് ഉള്ളിലെ ക്രോപ്പ് ടോപ്പ് കൊടുക്കുന്നത്.
അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ബാക്ക് സൈഡിലേക്ക് തിരിച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, നെക്കാണെങ്കിലും സ്ലീവ് ആണെങ്കിലും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഉൾഭാഗത്തും കിട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും നെക്കും അതുപോലെ സ്ലീവും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ മാർക്ക് ചെയ്തതിനനുസരിച്ച് രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നല്ല രസമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇങ്ങനത്തെ മോഡലൊരു ടോപ്പ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. ആദ്യം ഒരു 1/2 ഇഞ്ചിലും പിന്നെ ഒരു 1 ഇഞ്ചിലും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അകത്ത് പ്ലെയിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ എടുക്കുക. പുറത്തേക്ക് നമ്മൾ ഈ ഒരു കഫ്താൻ മോഡൽ സ്ട്രഗ് പോലെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വർക്കുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ പുള്ളിയുള്ളതോ ഒക്കെ എടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. എനിക്ക് കറക്റ്റായിട്ട് നല്ലൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും